ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു ചെമ്മീൻ കറിയാണ്. ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി, അത്രയ്ക്കും ടേസ്റ്റാണിതിന്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെമ്മീനാണ്. ചില ഏരിയയിൽ ഇതിനെ കൊഞ്ചെന്നും വിളിക്കും. അപ്പോൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള കറുത്ത നാര് പോലെയുള്ള അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്കൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണിത് 300 ഗ്രാം. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 വലിയ അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും, അതും ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില കൂടി എടുക്കാം. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ മീഡിയം സൈസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 കപ്പോളം വെള്ളം ചേർത്താണ് അരച്ചത്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം. ഒരുപാടങ്ങ് ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ഈ ഒരു കളറിലേക്ക് വന്നാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴന്നു വരും. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വഴന്നതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഞാൻ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആ ഗ്രേവി എത്രത്തോളം വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളം പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ ഇതിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുറന്നു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. വീണ്ടും അടച്ചു വെച്ച മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പം മൊത്തം ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പുളി അല്പം കുറവായിരുന്നപ്പം ബാക്കി കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന കൊഞ്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കൊഞ്ച് വേകാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. മാക്സിമം 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവൂ. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ചാറൊക്കെ ഏകദേശം ഒന്ന് കുറുകി വരാറായിട്ടുണ്ട്.
ഇനി ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാം. ഒരു ഫ്ലേവറിനായിട്ട് നമുക്ക് 2 നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി കടുക് വറുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.